ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ക്യാപ്ഷനെ കണ്ട പോലെ നമുക്ക് മെറ്റേണിറ്റി ലീവിലിരുന്ന് നമുക്ക് എങ്ങനെ ഒരു വീട് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഡൗട്ടായിരിക്കും, മെറ്റേണിറ്റിയിലിരുന്ന് നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് കുറവല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കും വീട് സ്വന്തമാക്കാം. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലാസ്റ്റ് ഇയറിലായിരുന്നു എൻ്റെ മെറ്റേണിറ്റി. എനിക്ക് UK-യിൽ ഒരു വീട് വാങ്ങിക്കാൻ പറ്റി, അതും ന്യൂ ബിൽഡ് ഹോം. സോ ന്യൂ ബിൽഡ് ഹോമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ബയേഴ്സിന് 5% നമുക്ക് ഡെപ്പോസിറ്റ് സ്കീമുണ്ട്, സ്പെഷ്യലി കീ വർക്കേഴ്സിന്. ഞാനൊരു NHSലെ സ്റ്റാഫ് നേഴ്സാണ്. സോ അതുകൊണ്ട് കീ വർക്കേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഞാനും ഉൾപ്പെടും. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ 5%ൻ്റെ സ്കീം കണ്ടത്. അങ്ങനെ വീടുകളെല്ലാം പോയി കണ്ടു, പല ടൈപ്പ് വീടുകൾ കണ്ടു. അതിൽ മിക്കവരും ഫ്ലോറിങ്, ഇൻ്റഗ്രേറ്റഡ് കിച്ചൺസ്, അതിലൊക്കെ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വാങ്ങിച്ചത് പെർസിമൺ എന്ന് പറയുന്ന ഒരു ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അതിൽ 5% സ്കീം ഉൾപ്പെടെ ഫ്ലോറിങ്ങും ഇൻ്റഗ്രേറ്റഡ് കിച്ചൺസ് അപ്ലയൻസസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. സോ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ടൈം ബയേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡിപ്പ് എടുക്കണം. ഡിപ്പെന്ന് വെച്ചാൽ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ. സോ നമ്മൾ ജോയിൻറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ, ജോയിൻ്റ് ആയിട്ട് വാങ്ങിക്കുക എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അല്ല, നമുക്ക് അങ്ങനെയുള്ളപ്പം നല്ലൊരു മോർഗേജ് അഡ്വൈസറിനെ കണ്ടുപിടിക്കുക. അവരിൽ നമ്മുടെ ഡീറ്റെയിൽസ്, ലാസ്റ്റ് 3 മന്ത് പേയ്മെൻറ്റ് സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഒരു ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുക്കാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് എത്ര എമൗണ്ടിൻ്റെ വീടാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ അത് വെച്ചാണ് നമ്മൾ വീട് കാണാൻ പോകേണ്ടത്. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വീട് കാണാൻ ഒരു സെയിൽസ് അഡ്വൈസറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ, അതാത് ബിൽഡേഴ്സിന് ഒരു സെയിൽസ് അഡ്വൈസേഴ്സ് ഉണ്ട്, നമ്മൾ അവരെയാണ് ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത്. സോ അവർ ഒരു അപ്പോയിൻമെൻറ്റ് തരും. അതിൽ അവർ പറയും, അവർ ചോദിക്കും ആദ്യമേ തന്നെ, നിങ്ങളുടെ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുത്തവരാണോ, എത്ര എമൗണ്ടിൻ്റെ വീടാണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളത്. നമുക്ക് ബാക്കി കയ്യിലുണ്ട് ഇടാനുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള നമ്മുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു വീട് അവർ നമ്മളോട് പറയും. അപ്പോൾ ആ വീട് നമുക്ക് കാണാൻ പറ്റും. അവർ ഷോ ഹോംസ് ഉണ്ടായിരിക്കും, ഫുള്ളി ഡെക്കറേറ്റഡ് ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മൾ അത് വാങ്ങിക്കാൻ തന്നെ നമുക്ക് തോന്നും. അതുപോലെ അവർ നല്ല ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇൻറ്റീരിയർ ആട്ടെ എല്ലാം അട്രാക്റ്റീവായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. സോ വൺസ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീട്, ചിലപ്പം ബിൽഡ് ചെയ്ത വീടാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ബിൽഡ് ചെയ്യാൻ പോകുന്ന ചില സമയത്തൊക്കെ ചില ബിൽഡേഴ്സൊക്കെ ബിൽഡ് ചെയ്യാൻ പോകുന്ന വീടായിരിക്കും ആഡിൽ കൊടുത്തേക്കുന്നത്. സോ അങ്ങനെയുള്ള വീടാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും അത് ബിൽഡ് ചെയ്ത് നമുക്ക് കീ കിട്ടാൻ വേണ്ടി. അല്ലാത്ത പക്ഷം നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ വീട് കണ്ട് നമ്മളത് ഇമ്പ്രസീവ് ആണെങ്കിൽ നമുക്കൊരു ചെറിയ എമൗണ്ട്, ഞങ്ങളുടെ ഡെവലപ്പേഴ്സിന് ഒരു 500 പൗണ്ട്സ് ആയിരുന്നു രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഫൈനൽ കീ കിട്ടുമ്പോൾ നമുക്കത് തിരിച്ചു തരാം. ഇൻ കേസ് നമുക്കത് വേണ്ട എങ്കിൽ, നമുക്ക് ആ വീട് വേണ്ട, നമ്മളത് വിഡ്രോ ചെയ്യുവാണെങ്കിൽ വിതിൻ 14 ഡേയ്സിൽ നമ്മളത് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ 500 എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ അതിന് ഹാഫ് എമൗണ്ടേ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു വീടൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ നല്ലൊരു സോളിസിറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ന്യൂ ബിൽഡേഴ്സിൻ്റെ തന്നെ അവരുടെ സോളിസിറ്റേഴ്സും മോർഗേജ് അഡ്വൈസറൊക്കെ ഉണ്ട്. സോ നമുക്ക് അവരെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. കൂടുതലും അതായിരിക്കും നല്ലത്. ഒത്തിരി എമൗണ്ട് ആകത്തില്ല സോളിസിറ്റേഴ്സിൻ്റെ ഫീ. മോർഗേജ് അഡ്വൈസറിൻ്റെ ഫീ ടോട്ടലി ഫ്രീ ആണ്. ചില മോർഗേജ് അഡ്വൈസേഴ്സ് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ഇത് ഫ്രീ ആണ്. ബാങ്കുകാരാണ് അവർക്ക് അതിൻ്റെ ഫീസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സോളിസിറ്റേഴ്സിൻ്റെയും മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ, നമ്മൾ സെയിൽസ് അഡ്വൈസേഴ്സിന് കൊടുക്കുവാണെങ്കിൽ അവർക്കും അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കോപ്പി അവർക്കും ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ നല്ല സ്മൂത്തായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്ത വീടാണെങ്കിൽ വിതിൻ 3 മന്ത്സ് കൊണ്ട് നമുക്ക് വീട് സ്വന്തമാക്കാം. മെറ്റേണിറ്റിയിലിരുന്ന് എങ്ങനെ വാങ്ങിക്കാമെന്നുള്ളത് ആരും പേടിക്കേണ്ട. മെറ്റേണിറ്റിയിലിരുന്ന് നമുക്കും വീട് വാങ്ങിക്കാൻ പറ്റും.
അതിന് നമ്മൾ മെറ്റേണിറ്റിയിലാണെന്നുള്ളത് നമ്മൾ തിരിച്ച് നമ്മൾ ഏത് വർക്കിംഗ് അവേഴ്സാണ്, ഞാൻ ഫുൾ ടൈം വർക്കിംഗ് അവേഴ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സെയിം അത് തന്നെയാണ് നമ്മൾ റിട്ടേൺ കയറുന്നത്, ഇന്ന ഡേറ്റിൽ നമ്മൾ റിട്ടേൺ കയറും എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലെറ്റർ നമ്മുടെ ലൈൻ മാനേജറിൻ്റെ നിന്ന് വാങ്ങിച്ചാൽ മതി. സോ അത് വാങ്ങിച്ച് നമ്മൾ ബാങ്കുകാരുടെ കൊടുക്കുവാണെങ്കിൽ, മോർഗേജ് അഡ്വൈസേഴ്സിൻ്റെ കൊടുത്താൽ മതി, അവരത് തന്നെ ബാങ്കിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തോളും. സോ വൺസ് അത് അപ്ലോഡ് ചെയ്ത് ബാങ്ക് അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് മോർഗേജ് നമുക്ക് കിട്ടും. ഫൈനൽ സോളിസിറ്റേഴ്സിൻ്റെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അവരെല്ലാ ചെക്സും ചെയ്യും. നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി മീൻസ് നമ്മുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, പിന്നെ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡ്രെയിനേജ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അപ്ഡേറ്റീവ് ആയിരിക്കും മെയിൽ വഴി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഇൻ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്കതിൽ പിന്നെ അതിൽ കൂടാതെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ 3 മന്ത് അല്ലെങ്കിൽ 6 മന്ത് ചില സോളിസിറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. 6 മന്ത് സാലറി സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നാഷണൽ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, വിസ. ഇപ്പോൾ വിസയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ BRP ആയിരുന്നു. അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. സെയിം തന്നെ നമ്മുടെ ജോയിൻറ്റ് പാർട്ട്നേഴ്സിൻ്റെയും കൂടെ ഡീറ്റെയിൽസ്, സെയിം ഡീറ്റെയിൽസ് തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ചിട്ടിയൊന്നും നമ്മൾ കൂടുകയോ ചെയ്യരുത്. അത് നമ്മുടെ സ്പെഷ്യലി നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിൽ ട്രാൻസാക്ഷനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമോ അതിൻ്റെ പിന്നെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ കാണിക്കേണ്ടി വരും. എവിടെ നിന്നാണ് ഈ ഹ്യൂജ് എമൗണ്ട് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ സോളിസിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോളിസിറ്റേഴ്സിന് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിങ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ട്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യും. നമ്മളത് ക്ലാരിഫൈ ചെയ്യണം. ഫൈനലി എല്ലാ ചെക്സും കഴിയുമ്പം സോളിസിറ്റേഴ്സ് പറയും, സോളിസിറ്റേഴ്സ് നമ്മുടെ ബിൽഡേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും, നിങ്ങൾ റെഡിയാണോ, കീ ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വപ്ന ഭവനത്തിൻ്റെ കീക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾക്കൊരു മാർച്ച് 25 ഞങ്ങളുടെ കീ കിട്ടിയത്. എന്താണെന്ന് പറയാൻ അറിയില്ല, ഞങ്ങൾ ഓവർ ദ മൂണിലായിരുന്നു. സോ രാവിലെ അവർ വിളിച്ച് പറഞ്ഞു, രാവിലെ അല്ല ഒരു ഉച്ചയായപ്പം, തലേദിവസം നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എല്ലാം നമുക്ക് സോളിസിറ്റേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നെക്സ്റ്റ് ഡേ അത് വൺസ് ബാങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് 5% ഡെപ്പോസിറ്റ് ആണെങ്കിൽ 5% നമ്മുടെ ബിൽഡേഴ്സ് വിടും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 10% നമുക്ക് ബാങ്കിൽ കൊടുക്കേണ്ടത്. അത് സോളിസിറ്ററിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബാങ്ക് നമ്മുടെ മോർഗേജ് എമൗണ്ട് ബിൽഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അവർ പറയും, എല്ലാം ഡീറ്റെയിൽസ് ക്ലിയർ ആയി കഴിയുമ്പോൾ പറയും നെക്സ്റ്റ് ഡേ തന്നെയായിരിക്കും, നെക്സ്റ്റ് ഡേ വന്ന് കീ വാങ്ങിക്കാം, ഇന്ന സമയത്ത് വന്ന് വാങ്ങിക്കാമെന്ന് അവർ നമ്മളോട് പറയും. ഞങ്ങൾക്കൊരു 5 മണിയായപ്പോഴായിരുന്നു കീ കിട്ടിയത്. ഓൾറെഡി അവർ പറഞ്ഞു ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ കീ വന്ന് വാങ്ങിക്കാമെന്ന്. പക്ഷേ ഞങ്ങളുടെ അത്യധികമായുള്ള സന്തോഷം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി 5:30 ആയപ്പോൾ പോയി തന്നെ കീ വാങ്ങി. അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കീ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം എന്ന് വെച്ചാൽ എന്ത് പറയണമെന്നറിയത്തില്ല. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉടനെ ഞങ്ങൾക്കൊരു വീട് UK-ലാകുമെന്ന് പോലും. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒരു വീട് എന്ന് വെച്ചാൽ അതെല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ മോർഗേജ് പെർ മന്ത്, അത് നമ്മൾ ഡിപ്പെൻഡാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന വീടിൻ്റെ വില അനുസരിച്ചാണ് നമ്മൾ പെർ മന്ത് എത്ര അടയ്ക്കണം എന്നുള്ളത്. സോ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും നല്ലൊരു വീട്, നിങ്ങളുടെ ഒരു സ്വപ്ന ഭവനം തന്നെ നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ബിലോ ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ എല്ലാം കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ത്രൂ കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.